നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഭാഗം 5. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ തിരുവേറ്റുമാനൂരപ്പൻ ശിവൻ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഘോരമൂർത്തി സങ്കല്പത്തിലാണ്. അഘോരൻ എന്ന വാക്കിന് ഒട്ടും ഘോരനല്ലാത്തവനെന്നും ഏറ്റവും ഘോരനായവനെന്നും അർത്ഥം പറഞ്ഞു വരുന്നു. ദുഷ്ടർക്ക് ഏറ്റവും ഘോരനായും ശിഷ്ടർക്ക് ഏറ്റവും സൗമ്യനായും കാണപ്പെടുന്നു എന്നാണ് വിശ്വാസം. എന്നാലും പൊതുവെ ഉഗ്രമൂർത്തി സങ്കല്പമാണ് ഈ പ്രതിഷ്ഠയ്ക്ക്. 3.5 അടിയോളം ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഏറ്റുമാനൂരപ്പൻ കുടികൊള്ളുന്നത്. ഭഗവാൻ ഇവിടെ ദിവസവും 3 ഭാവങ്ങളിൽ ദർശനം നൽകുന്നതായാണ് വിശ്വാസം. രാവിലെ ശിവശക്തി ഐക്യരൂപമായ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപതാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് പ്രപഞ്ചത്തെ മുച്ചൂടും ഇല്ലാതാക്കുന്ന സംഹാരരുദ്രനായും രാവിലെ അപസ്മാരയക്ഷനെ ചവിട്ടിമെതിക്കുന്ന നടരാജനായും ഉച്ചയ്ക്ക് നരസിംഹമൂർത്തിയുടെ കോപമടക്കിയ ശരഭനായും വൈകിട്ട് അർദ്ധനാരീശ്വരനും ആണെന്നൊരു പാഠഭേദം കൂടി ഉണ്ട്. വലിയ വിളക്കിൽ എണ്ണയൊഴിക്കുന്നതാണ് ഏറ്റുമാനൂരപ്പന്റെ പ്രധാന വഴിപാട്. ധാര, ശംഖാഭിഷേകം, പിൻവിളക്ക്, കൂവളമാല എന്നിവയും പ്രധാനമാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ നടയിൽ തെക്കോട്ട് ദർശനമായാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത്. 3 അടിയോളം ഉയരം വരുന്ന ചതുർബാഹു വിഗ്രഹം മഹാഗണപതിയുടെ രൂപത്തിലാണ്. വിഘ്നേശ്വര പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യവും ഗണപതി ഹോമം നടന്നു വരുന്നുണ്ട്. ഒറ്റയപ്പം, മോദകം, കറുകമാല, നാളികേരമുടയ്ക്കൽ തുടങ്ങിയവയാണ് ഗണപതിക്ക് പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിലെ അടുത്ത ഉപദേവത ദക്ഷിണാമൂർത്തിയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രപഞ്ചത്തിന്റെ ആദിഗുരുവായി പറയപ്പെടുന്ന ദക്ഷിണാമൂർത്തി ശിവൻ തന്നെയാണ്. വിദ്യാഭ്യാസ പുരോഗതിക്ക് സരസ്വതിക്കും ഗണപതിക്കുമൊപ്പം ദക്ഷിണാമൂർത്തിയെയും പൂജിക്കാറുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ തെക്കേ നടയിൽ തെക്കോട്ട് ദർശനമായി ഇരിക്കുന്ന ഗണപതിക്കൊപ്പമാണ് ദക്ഷിണാമൂർത്തിയുടെയും പ്രതിഷ്ഠ. മഹാഭാരതം വിവർത്തനം എഴുതുന്ന സമയത്ത് മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇവിടെ വന്ന് ദർശനം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ശിവസാന്നിധ്യമായതുകൊണ്ട് ശിവപ്രീതികരമായ എല്ലാ വഴിപാടുകളും ദക്ഷിണാമൂർത്തിക്കും നടത്താറുണ്ട്. ശാസ്താവ്. നാലമ്പലത്തിനകത്ത് വടക്കുഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. 2 അടിയോളം ഉയരം വരുന്ന വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ്. ഒരു കൈയിൽ അമ്പും മറുകൈയിൽ വില്ലും ധരിച്ച കിരാത ശാസ്താവാണ് ഇവിടെയുള്ളത്. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നതാണ് പ്രധാന വഴിപാട്. അപ്പം, അട, പായസം, നെയ്യഭിഷേകം തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും ഈ ശാസ്താവിൻ്റെ നടയിലാണ്. ശനിയാഴ്ച പ്രധാന ദിവസമായി കണക്കാക്കപ്പെടുന്നു. ദുർഗ. നമസ്കാര മണ്ഡപത്തിന്റെ വടക്കു പടിഞ്ഞാറേ തൂണിലാണ് ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠ. അഷ്ടബാഹുക്കളോടുകൂടിയ ഉഗ്രരൂപിണിയായാണ് ഭഗവതി ഇരിക്കുന്നത്. ഐശ്വര്യദായിനി. മഹിഷാസുരനെ വധിച്ച ശേഷമുള്ള ഭാവമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ സങ്കല്പങ്ങളും ഉണ്ട്. മഞ്ഞൾ കുങ്കുമാർച്ചന, നെയ്പായസം തുടങ്ങിയവയാണ് ഭഗവതിക്ക് പ്രധാന വഴിപാടുകൾ. ചൊവ്വ, വെള്ളി, പൗർണമി, നവരാത്രി, തൃക്കാർത്തിക തുടങ്ങിയവ പ്രധാനം. യക്ഷിയമ്മ. ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിന്റെ വടക്ക് കിഴക്കേ തൂണിലാണ് യക്ഷിയമ്മയുടെ പ്രതിഷ്ഠ. വാൽക്കണ്ണാടി നോക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് യക്ഷിയമ്മയ്ക്ക്. ദിവസവും വിളക്കുവയ്പും ഇളനീരും വറപൊടിയുമല്ലാതെ മറ്റ് വഴിപാടുകൾ ഒന്നുമില്ല. നാഗദൈവങ്ങൾ. നാലമ്പലത്തിനു പുറത്ത് വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ.
നാഗരാജാവായി ശൈവസർപ്പവും ശിവന്റെ കണ്ഠാഭരണമായ വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവും മറ്റ് സർപ്പങ്ങളും അടങ്ങിയതാണ് ഈ തറ. നൂറും പാലും പുറ്റും മുട്ടയും മഞ്ഞൾപ്പൊടി അഭിഷേകം തുടങ്ങിയവയാണ് നാഗദൈവങ്ങൾക്ക് പ്രധാന വഴിപാടുകൾ. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇതിൻ്റെ തുടർച്ച അടുത്ത പംക്തിയിൽ. നന്ദി, നമസ്കാരം.